ശ്രീ പി എം ആർ ഷോ എസ്എഫ്ഐയുടെ തെമ്മാടിക്കൂട്ടം എന്നാണ് ഗവർണർ ഇന്നും അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളെ വിളിക്കാൻ ഇനി അധിക്ഷേപം ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും അങ്ങനെ തന്നെ ഏറെക്കുറെ ഈ ഭാഷയിലോ അല്ലെങ്കിൽ ഇതിലേക്കാൾ കടന്ന വാക്കുകളോ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവർണറുടെ സുരക്ഷയ്ക്കു നേരെ നിങ്ങൾ കടന്നു കയറി ചെല്ലുമ്പോഴാണോ ഗവർണർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ കൈവീശി കാണിച്ചു കടന്നു പോകുന്ന ഒരു സാധു മനുഷ്യനെയാണോ നിങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്? ഇതിൽ എസ്എഫ്ഐയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരക്രമത്തിനും തയ്യാറായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യപരമായി ഈ രാജ്യത്ത് ഏതൊരു പൗരനും പ്രതിഷേധിക്കുന്നതിന് വേണ്ടി, വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, വിമർശനം ഉന്നയിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ സഭ്യമായ നിലയിൽ ഞങ്ങൾ ആ അവകാശത്തെ വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ 2 മാസത്തോളമായി എസ്എഫ്ഐ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൻ്റെ കാരണം ഇതിനോടകം തന്നെ പൊതുസമൂഹത്തോട് ആവർത്തിച്ച് പല കുറി എസ്എഫ്ഐ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾക്കകത്തേക്ക് RSSൻ്റെ ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറുടെ ഓഫീസ് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ ആരംഭിച്ച ഘട്ടത്തിലാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. ആ സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമരത്തിൻ്റെ ഇടയിൽ പല ആവർത്തി പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും സമരത്തിലുള്ള വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന സർവകലാശാലകളുടെ ചാൻസലർ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അവതാരിക സൂചിപ്പിച്ചതുപോലെ ഗുണ്ടകളെന്നോ ക്രിമിനലുകളെന്നോ തെമ്മാടികളെന്നോ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് കുരങ്ങന്മാരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ നിലയിൽ സമരമിരിക്കുന്ന വിദ്യാർത്ഥികളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടല്ല അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ സർവകലാശാലയിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് നമ്മൾ കണ്ടു ബാനർ അഴിപ്പിക്കാൻ നടക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ തെരുവിലേക്ക്, മിഠായി തെരുവിലേക്ക് അലുവ കഴിക്കാൻ പോകുമ്പോൾ ഒരു പോലീസ് സുരക്ഷയും എനിക്ക് വേണ്ട, പോലീസ് സംവിധാനങ്ങളൊക്കെ മാറി നിൽക്ക്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മിഠായി തെരുവിലേക്ക് പോകുന്നത്. ഇന്ന് വീണ്ടും എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം സമരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് നടന്നെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ നിലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും ഈ സമരം സമാധാനപരമായി ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന സമരത്തിൻ്റെ ഗതി മാറ്റുന്നതിന് വേണ്ടിയുമുള്ള അതിതീവ്രമായിട്ടുള്ള ശ്രമം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ ശ്രമത്തിൽ വീണുപോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പ്രകോപനത്തിൽ വീണുപോകുന്നതിന് വേണ്ടി എന്തായാലും എസ്എഫ്ഐ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചു, കഴിഞ്ഞ കുറച്ച് നാളുകളായി എസ്എഫ്ഐയുടെ സമരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇദ്ദേഹം ഇതിനിടയിൽ പോയ പാലക്കാട് ജില്ലക്കകത്ത് ഇപ്പോൾ സഭ ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമായിരുന്നു പാലക്കാട് ജില്ലയിൽ ഇദ്ദേഹം പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പാലക്കാട് ശക്തമായിട്ടുള്ള സമരത്തിന് എസ്എഫ്ഐ നേതൃത്വം കൊടുത്തു. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ ചാൻസലർ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനു മുൻപ് മലപ്പുറത്ത് പൊന്നാനിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ നടത്തി. ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയിൽ എസ്എഫ്ഐയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കണ്ടു. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിശക്തമായി തന്നെ കരിങ്കൊടി പ്രതിഷേധവുമായി ജനാധിപത്യപരമായി സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത്. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമരത്തിന്റെ വഴി തെറ്റിക്കുന്നതിന് വേണ്ടിയും സമരത്തിലുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് ഇത് നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷിതമായിരുന്നു ഇത്രത്തോളം രൂക്ഷമായ പ്രതികരണം? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു നിശ്ചയവും ഇല്ലാത്ത നിലയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും സമരത്തെ അക്രമാസക്തമാക്കുന്നതിന് വേണ്ടിയും ഈ സമരത്തിൻ്റെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടാത്ത നിലയിലേക്കുള്ള സംഭവവികാസങ്ങൾ ജനിപ്പിക്കുന്നതിന് വേണ്ടിയുമുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നില്ല. ഇന്നും അദ്ദേഹം സമരക്കാരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയും തെരുവിലേക്ക് ഇറങ്ങി ഒരു മനുഷ്യന് സാധ്യമാകുന്ന എല്ലാ ഷോയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വളരെ സമാധാനപരമായും സംയമനത്തോടുമാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ ആക്രോശങ്ങളെയും ഞങ്ങൾ നേരിട്ടത്. അങ്ങനെ തന്നെ തുടർന്നു പോകുന്നതിന് വേണ്ടിയാണ്.